എക്സ്പീരിയൻസസ് അല്ലേ. ലൈക്ക് ഞാൻ എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു സൈക്കാട്രിസ്റ്റ്. അപ്പോൾ PG ചെയ്തുകൊണ്ടിരുന്നിടത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഇത്രയും നന്നായിട്ട് എങ്ങനെയാണ് ഗേൾസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പഠിച്ചതെന്നോ, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ചില ജെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫ്ലവേഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ, അല്ലെങ്കിൽ വേറെ ഗേൾസും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ നിവ, നീ എന്നെ ഒരു 10 വർഷം മുന്നേ കണ്ട ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞാൻ ഭയങ്കര ചീത്തയായിരുന്നു, ഞാൻ ഡേറ്റ് ചെയ്തിട്ടുള്ള പെണ്ണുങ്ങളാണ് എന്നെ ഓരോന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയും. അപ്പം നമ്മൾ ഓരോ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസസ് ആണ് ഗ്യാദർ ചെയ്യുന്നത്. സോ അതിന് നമ്മൾ അങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. സോ ലൈക്ക് സി, ഓഫ് കോഴ്സ് ഇറ്റ്സ് പെയിൻഫുൾ, ഒരു ബ്രേക്കപ്പ് ഒക്കെ ആവുമ്പോഴും കാര്യങ്ങളും. അപ്പം നമ്മൾ വളരല്ലേ, നമ്മളും വളരാണ്, മറ്റാളും വളരാണ്. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴല്ലേ നമ്മൾ ആ ഒരു ഇത് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു അഫെക്ഷൻ തോന്നിയിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ കയറുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിൽ എന്താ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, എന്തുകൊണ്ടാണത് അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യാനേ, ദാറ്റ് ഈസ് യുവർ നോൺ നെഗോഷ്യബിൾ ആൻഡ് നെഗോഷ്യബിൾ. അല്ലെങ്കിൽ അതാണ് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതും. അത് കാണുമ്പോൾ നമുക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പിലോട്ട് വളരെയല്ലേ. ഇത് ഫോർ എവർ പാർട്ട്ണർ തന്നെ, അത് തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് ശരിക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. കാര്യം എല്ലാവരും ഫോർ എവർ ആവണം എന്നില്ല. ഓക്കെ, ഒരാൾക്ക് ഫോറെവർ ആണെന്ന് തോന്നിയിട്ട് ഒരു 10 years കഴിയുമ്പോൾ ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടെന്ന് തോന്നും. എക്സാക്ട്ലി. ആൻഡ് അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരുടെ ഇൻട്രസ്റ്റുകൾ വ്യത്യാസപ്പെട്ടു, രണ്ടുപേരും വേറെ വഴിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ചില ആൾക്കാരുടെ കല്യാണങ്ങൾ കാണുമ്പോൾ ഇവർ ആദ്യമേ കല്യാണം കഴിക്കരുതായിരുന്നു എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. എന്നിട്ടും എന്തിനാ കല്യാണം കഴിച്ചതെന്നുള്ളൊരു ചോദ്യമാണ്. കാര്യം അതും കഴിഞ്ഞിട്ട് പിന്നെ ഡിവോഴ്സിനുള്ള ഒരു ഇതിലോട്ടിരിക്കുക. ഇതെങ്ങനെ നമ്മൾ ആദ്യത്തിലേക്ക് റിവേഴ്സ് ചെയ്യും? അതെന്ന് വെച്ചാൽ ആദ്യമൊന്നും ഇല്ല, ഇവർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് അറിയായിരുന്നു ഇവർ ശരിയാവുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ പറയുന്നു എന്താണ്, ആണുങ്ങൾക്ക് കല്യാണം കഴിക്കും പെൺകുട്ടികളെ കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ലൈക്ക് ഉണ്ടോ? അതായത് ഇസ് ഇറ്റ് ബിക്കോസ് ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ യു കെൻ ജസ്റ്റ് സീ ദ റെഡ് ഫ്ലാഗ് ഫസ്റ്റ്, ദെൻ യു വിൽ സീ ദ ഓക്കെ ഇത് വേണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസസിന്റെ ആണല്ലോ. ഇപ്പൊ നമ്മള് ചെറിയൊരു പ്രായത്തിലാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് പല റീസൺസ് ആയിരിക്കും ഡേറ്റ് ചെയ്യാനുള്ളത്. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകാനായിരിക്കാം, ഒരു ക്രഷിനെ നമ്മൾ ഒരു രസം, ഒരു ഫാന്റസി ലിവ് ചെയ്യണ പോലെയാ. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ പണ്ട് റൊമാൻറ്റിസൈസ് ചെയ്ത സിനിമകൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നത്. കൈയടിച്ചിരുന്ന സോ അർജുൻ റെഡ്ഡി ഒക്കെ പണ്ട് കാണുമ്പോൾ നമുക്കത് കൊള്ളാലോ. നരസിംഹം ഇപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ നൊസ്റ്റാൾജിയ തോന്നുമെങ്കിലും നമുക്കത് ലൈക്ക് അടിക്കാൻ ഒരു പേടിയുണ്ട്, ഇത് ശരിയല്ലല്ലോ എന്ന് നമ്മൾ ആലോചിച്ചു. തിരിച്ചുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ചില സിനിമകളിൽ ഒരു സ്ത്രീധനം സിനിമയൊക്കെ. പിന്നെ ഇതില്ലേ സുകുമാരിയമ്മ പറയുന്നുണ്ട്, അവിടെ ശരിയല്ല കഴിച്ച വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോളിങ് പോരെ. അന്ന് അത് ദാറ്റ് വാസ് ലൈക്ക് മോശമായിട്ട് നമ്മള് എന്ത് സ്ത്രീയാ ഇവര് എന്നുള്ള പോലെ. പക്ഷെ ഇന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാവണോ, അങ്ങനെയാണ് ഒരു അമ്മ പറയേണ്ടത്. അപ്പോൾ എന്താന്ന് വെച്ചാല് നമ്മളുടെ ഒരു അറിവ് മാറി. നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും യൂട്യൂബൊക്കെ ആണെങ്കിലും ഇത്രയും സുലഭമായതുകൊണ്ട് ആൾക്കാർക്ക് അവരുടെ ഐഡിയ പുട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇത് നമ്മളിങ്ങനെ ആൾക്കാർക്ക് എത്തിക്കുകയല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അവെയറാണ്, സോഷ്യലി അവെയറാണ്. നല്ലതും ചീത്തയുണ്ട്. അതിൽ നമ്മുടെ ബുദ്ധി വെച്ചിട്ട്, നമ്മുടെ ഒരു വിവരം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നോറൻസ് ഇസ് ബ്ലിസ്. ആ ഇഗ്നോറൻസ് അങ്ങോട്ട് മാറി വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികൾ പലരും വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു ലെവലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രൊവൈഡറായിട്ട് വേണ്ട, അവരും ജോലി ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പോകണം, അവർ പൊക്കോളും. ഒറ്റയ്ക്ക് താമസിക്കാൻ നല്ല സമാധാനമുണ്ട്. കാര്യം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടും അങ്ങനെയൊക്കെയാണ് പൊതുവെ സ്ത്രീകൾ നിൽക്കുന്നത്. ആണുങ്ങൾക്ക് പൊതുവെ അത്രയും അത് ചെയ്യുന്നത് കാണാറില്ല. നോട്ട് ജനറലൈസിങ്, അപ്പോൾ അങ്ങനെയുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അപ്പോൾ നമ്മൾ പറയും എന്താ പറയുക, ഇപ്പോൾ സെൽഫ് കെയർ ആക്ടിവിറ്റീസൊക്കെ വേറൊരാളുണ്ടെങ്കിൽ, എസ്പെഷ്യലി ആണുങ്ങളുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ഫുഡൊക്കെ ഇപ്പോൾ കുറച്ച് കഴിച്ചാൽ മതി പെണ്ണുങ്ങളാണെങ്കിൽ. അപ്പോൾ ആണുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേ ഫുഡ് കഴിക്കണം, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കേണ്ടില്ല ദിവസം, അതൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പെൺകുട്ടികൾ അവരുടെ സ്വന്തമായിട്ടൊരു ലൈഫ് സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് ഈ വാല്യൂ കൂട്ടാനായിട്ട് ഒരാൾക്ക് വരാമെങ്കിൽ വരാം, ഇല്ല അത് വാല്യൂ കുറയ്ക്കണം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നീ ജോലിക്ക് പോകണ്ട, അല്ലെങ്കിൽ ഇനി ഞാൻ നിന്നെ നോക്കാം. എന്ത് നോക്കാൻ, അവർ ഓൾറെഡി നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത്
ഞാൻ ബാംഗ്ലൂരിലായതുകൊണ്ട് അവിടെ ഡേറ്റിംഗ് ആപ്സ് ലൈക്ക് നാട്ടിലുള്ളേക്കാളും ഭയങ്കര കോമൺ ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടർ മരുന്ന് കഴിക്കുന്നുണ്ട് ഈ ഇറക്ഷൻ്റെയോ ഇതൊക്കെ. അപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കണേനിടയ്ക്കായിരിക്കും അവരുടെ ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കും, ഇപ്പം മരുന്ന് വേണോ, ആളുണ്ടോ? അപ്പോൾ പറയും, ഇല്ല ഇല്ല ഞാൻ ഡേറ്റിംഗ് ആപ്പിലുണ്ട് എന്ന് പറയും. എന്നിട്ട് പിന്നെയും ചോദിക്കും, പറയും ഡോക്ടർ ആക്ച്വലി ഉണ്ടല്ലോ ഒരു 3 മാസമായി എനിക്ക് ആരും കിട്ടണില്ല. എന്നിട്ട് ചില ആൾക്കാർ ദിസ് ഇസ് ഫണ്ണി, പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഫണ്ണി ആയിട്ടല്ല പറയാം, ചില ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്, ഒരു മാച്ച് പോലും എനിക്ക് കിട്ടുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കാം, പക്ഷേ the standards have shifted like anything. Okay, അപ്പോൾ ഗേൾസ് ആർ ലൈക്ക് വെരി സെൽഫ് റിലയബിൾ നവ ഡേയ്സ്. ഇമോഷണൽ ഇൻ്റലിജൻസ് അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ് പോകുന്നത്. എന്ന് വെച്ചാൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്താൻ പറ്റുന്നുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ സ്ലീപ്ലെസ് ഇൻ സിയാറ്റിൽ എന്ന് പറഞ്ഞൊരു മൂവിയിലെ ക്ലാസിക്കാണ്. ഓക്കെ, അത് 93 മൂവിയാണ്. ഐ വാസ് വാച്ചിങ് ഇറ്റ് 2 days ബിഫോർ. അപ്പോൾ അതിനകത്ത് മറ്റേ ആ ആളിങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് പറയുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു 2000-ഓളം സ്ത്രീകൾ കത്തയച്ചു റേഡിയോ സെൻറ്ററിലോട്ടെന്നാണ് പറയപ്പെടുന്നത്, കാര്യം അയാൾ അന്വേഷിച്ചിട്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇത്ര ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആണുങ്ങൾ കിട്ടാനില്ലെന്നേ. വിമൻ ആർ ഡെസ്പറേറ്റ് എന്ന്. ആക്ച്വലി വിമൻ വോണ്ട് മെൻ. It's not like they hate men or anything. But they want emotionally vulnerable. Exactly. ചില ആൾക്കാർ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലവ് ലാംഗ്വേജസ് പറയും. Yeah. സോ ദാറ്റ് ഈസ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കൊരു ഫിസിക്കൽ ടച്ചും ക്വാളിറ്റി ടൈം, വേർഡ്സ് ഓഫ് അഫർമേഷൻ, റിസീവിങ് ഗിഫ്റ്റ്സ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ആൾക്കാരിത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ചൈനീസ് പറയാനറിയാം, ഇയാൾക്ക് ചൈനീസ് അറിയില്ല. ഞാനിരുന്ന് എന്തൊക്കെ കഥ പറഞ്ഞിട്ടും കാര്യം മനസ്സിലാവില്ല. ഈ സെയിം തിങ് ആണ്. ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടിയാലേ ഇഷ്ടം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഞാനിരുന്ന് കഥ മൊത്തം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പ്രാക്ടിക്കൽ ആവണം. കാര്യമില്ല, ഒരു കാര്യമില്ല. ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി, ഇറ്റ്സ് അബൌട്ട് ദി ആക്ട്. ചില ആൾക്കാർ വളരെ സ്പെസിഫിക് ആയിട്ട് ഗിഫ്റ്റുകൾ വേണം എന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ട്, ഓക്കെ ഇയാൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല, എന്നാൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യണമായിരിക്കും അല്ലേ, ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആണ്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞാലേ അവരങ്ങനെയൊന്നുമല്ല പറയണത്. അവരിപ്പോൾ ഒരു കൈ കൊണ്ടൊരു എഴുത്തെഴുതി തായോ എന്നൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ ക്വാളിറ്റി ടൈം എന്ന് ആൾക്കാർ പറയുമല്ലോ. അപ്പോൾ ഈ നമ്മൾ റിലേഷൻഷിപ്സിൽ ക്വാളിറ്റി ടൈം, അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യണേ? അപ്പോൾ പറയും, ഞാൻ ഡോക്ടർ നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണും രാത്രി. പറയും എന്നിട്ട് കിടന്നുറങ്ങും. പിന്നെ എന്നിട്ടില്ല. അപ്പം ഞാൻ പറയണേ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ ചെയ്യുന്നേ? ഇപ്പോൾ ആൾക്കാരുണ്ടല്ലോ ഈ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ട്രൈ ടു ഫിൽ ഇൻ. ഓക്കെ, അതായത് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നു. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലേ മീറ്റ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ എങ്കിൽ ആ സമയത്ത് മാസത്തിലൊരിക്കലൊക്കെ ഒരു സിനിമ കണ്ടോ. പക്ഷേ എല്ലാ ആഴ്ചയും നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നു, എല്ലാ ആഴ്ചയും നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഈ 2 പേരും എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഫാക്ടറുണ്ട്. കാര്യം മറ്റേ ആൾക്ക് ഒറ്റയ്ക്കും ഇടയ്ക്ക് സിനിമ കാണാൻ പോവാം. ഇത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഡിസ്കഷനൊന്നും ഇല്ല, പോയി ആ സമയമില്ല, ടയേർഡായി. അപ്പോൾ ഇവർ അടുത്തിരുന്ന് സംസാരിക്കുക എന്ന് വെച്ചാൽ ഒരാൾക്ക് ചിലപ്പോൾ ക്വാളിറ്റി ടൈം വേണമായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് മിസ് ചെയ്യണോ, എനിക്ക് ആയില്ല, നമ്മൾ മിണ്ടിയ പോലെ തോന്നുന്നില്ല, എന്നോട് പഴയ സ്നേഹമില്ല എന്നൊക്കെ പറയില്ലേ. അവിടെ സംസാരം നടന്നിട്ടില്ല, അല്ലെങ്കിൽ കുറേ ട്രാവൽ ചെയ്ത് പോയൊരു ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകും. ആ കാറിലിരിക്കുമ്പോഴെങ്കിലും സംസാരിക്കില്ല, അതിനകത്ത് പാട്ടിട്ടിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ എവിടെയാണ്? അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും പിള്ളേരുടെ സ്കൂളിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ബില്ലും ഈ കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടുക്കില്ലേ?